അപ്പൊ ഇന്നത്തെ ഡേ മാരേജ് ഡേ ഗൈസ്. അപ്പൊ എന്തായാലും മണവാളനായിരിക്കും. കല്യാണം കഴിക്കണ്ടാന്ന് കല്യാണ പെണ്ണ് ഇതാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഡേ മാരേജ് ഡേ ഗൈസ്. സ്പെഷ്യൽ ഡേ ഫസ്റ്റ് മാരേജ് ഡേ. സോറി. ഫുള്ള് ബ്ലാക്ക് വയർ ഇതാക്കി പിടി. പൊയ്യാപ്പിള നമ്മള് രാവിലെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ടോ. സമയം 5:30 കണ്ടോ, ചക്ക വെട്ടിയിട്ട് പോലെയായിരുന്നു ഉറങ്ങുന്നത് രണ്ടെണ്ണം. പിന്നെ ജാവിച്ചന്റെ ബർത്ത്ഡേ കല്യാണം വെഡിങ് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് നേരെ ഇതൊക്കെ ഇട്ടിട്ട് ഗൈസ്. അപ്പൊ എന്തായാലും നമ്മളെല്ലാരും ഒരുങ്ങി, കൂടാതെ കല്യാണച്ചക്കൻ ഒരുങ്ങി. കാണുമ്പത്തിന് 4 വട്ടം നാണം കൊണ്ട് ഒരാഴ്ച വട്ടം കാലം കൊണ്ട് മായ്ച്ചു വെച്ച കാലമില്ല നാഴ്ച കടമായിണ്ട് തോനായിണ്ട് ചേരായിണ്ട് കാൽമപ്പാടായിണ്ട്. അപ്പൊ എന്തായാലും മണവാളനായിരിക്കും. ഒരിക്കൽ ഇറക്കിയിട്ടുണ്ട്. ഇന്നിപ്പോ നമുക്ക് പോണല്ലേ, 2 മണിക്കൂർ ഒരു ട്രാവൽ ഉണ്ട് പെണ്ണിന്റെ വീട്ടിലോട്ട്. നമ്മള് റോഡ് ടു ചങ്ങനാശ്ശേരി കോട്ടയം അവിടേക്കാണ്. വേറൊരാള് കല്യാണം പ്രമാണിച്ച് വന്നായിരുന്നു. അതുകൊണ്ട് കണ്ട കൊച്ചിന്റെ സ്നാക്സ് തിന്ന് ഫ്രണ്ട് ഇരിക്കും. 5 ട്രിപ്പ് പോവാണോ? ഇതേ കണ്ട കൈ ഭാസ്കർ കഴിച്ചിട്ട് പോവാന്ന്. ഇനി കഴിക്കണം. അപ്പൊ നിങ്ങൾ കഴിച്ചില്ലേ? ഒരു ചായ കുടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. നമുക്ക് കോഫി കുടിക്കാം. അപ്പൊ നമ്മുടെ ഡ്രൈവറിന് ഓർമ്മയുണ്ടോ? എന്തൊക്കെയാ കാണണ്ടേ ഒരാളുടെ. ഒരു അരമണിക്കൂറായിട്ട് മമ്മേനെ പോലെ ഇങ്ങനെ ചുണ്ട് ഇപ്പഴാ വളച്ചേ. എന്താ വെച്ചാ വാങ്ങി കഴിക്ക്. പാട്ട് പാടുന്നല്ലേ ബ്രോ, അതിന്റെ ഒരു വൈബ്. കൊമ്പാച്ചന്റെ ഒക്കെ ഫസ്റ്റ് ഒരു പാട്ട് പാടിക്കേ. എടാ നീ അത് വിട്ടില്ലേ? അതൊക്കെ ബാച്ചിലേഴ്സ് പാട്ടിക്കേ. കൊമ്പാച്ചൻ പാട്ടാണ് എനിക്ക്. എല്ലാരും കൊമ്പാച്ചന്റെ കൂടെ പിടിക്കണം. കൊമ്പാച്ചൻ പാട്ട് പാടാൻ പോവാ കേട്ടല്ലേ. ഡ്രൈവർ കൂടെ പിടിക്കണ്ട. മല കേറി അത് പിന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചെറിയ തുടങ്ങാൻ പറ്റൂല. മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെ ചാടിയാൽ ചട്ടിയോളം. ജാവിച്ചേട്ടൻ ഒരു തംബ്നെയിൽ ചെയ്യാനുണ്ട്. ജാവിച്ചേട്ടൻ കല്യാണം കഴിക്കണ്ടാന്ന്. ഒരു ഞോ പറഞ്ഞ ഒരു കിളവനായിട്ട് നമ്മളോട് എത്തും. ഒരു കപ്പലെടുത്തേ ചന്ദ്രക്കല പോലൊരു കപ്പൽ, ആ കപ്പലിൽ അറബി കപ്പലിൽ ഫ്രണ്ടില് ഒരു ഡെഡ് ബോഡി, അതിന്റെ പുറകെ ഡോമേട്ട. അതെയാണ് ഡെഡ് ബോഡി കൈ വെക്കി. പിന്നെ ജീവിതം കാണുമ്പത്തിന് 4 വട്ടം നാണം കൊണ്ട് ഒരാഴ്ച വട്ടം കാലം കൊണ്ട് മായ്ച്ചു വെച്ച കാലമില്ല നാഴ്ച കട. അപ്പൊ എന്തായാലും നിക്കാതെ തുടങ്ങാൻ വേണ്ടി പോവാണ് അല്ലേ. നിനക്കത് ആണ്ട അവിടെ ഇരിക്കുന്നുണ്ടോ? അപ്പൊ എന്തായാലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഭാര്യയാക്കി ഇടയാക്കി നിക്കാഹ് ചെയ്ത് പൊരുത്തപ്പെട്ടത്. മിഴിവേഗം മലരായി നീ മധുനുകരും മിഴിതളാലിൻ വനിയേറെ കുളിരായി നീ തളിരിളകും മലയഴകായി നീ ഉള്ളിലീറൻ തെന്നലായൻ മുന്നിൽ വന്നു നിന്നാൽ പെണ്ണേ മാംഗല്യം. സങ്കടമൊന്നുമില്ല. കല്യാണം എല്ലാം ജാമ്യക്കുള്ള തിരക്ക് ഇവനെ തിരക്കാം. അപ്പം ദേ നമ്മുടെ കല്യാണം പെണ്ണ് ഇതാണ്. അവരുണ്ട്. പേരെന്താ? അടുത്ത ക്വസ്റ്റ്യൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ കൊണ്ടുപോകും നമ്മള്. അപ്പൊ എന്തായാലും രണ്ടുപേർക്ക് ഹാപ്പി മാരീഡ് ലൈഫ്. വീട്ടോക്സിന്റെ വകയും ഞങ്ങളുടെ വകയും.
കൺഗ്രാറ്റ്സ്. എല്ലാവരും സന്തോഷം വരുമ്പോൾ മാത്രം അടിച്ചു പൊളിക്കുന്നതൊക്കെയല്ലാതെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോഴും രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുക, നമ്മളെ പോലെ ഫേസ് ചെയ്യുക, തല്ലുകൂടി ഇങ്ങനെയൊക്കെ പോവാ. ഒന്നേ ഉള്ളൂ, ഒരുപാട് പേര് വെയിറ്റ് ചെയ്യും, നമുക്ക് പെട്ടെന്ന് ഇറങ്ങി കൊടുക്കാം. അപ്പം അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം ഒന്നും ഒതുക്കിയതിന് ശേഷം നമ്മളെല്ലാരും കൂടി കഴിക്കാൻ പോയാലും കൊമ്പന് കഷ്ടകാലമാണെങ്കിലും അവോയ്ഡ് കാണും. മന്തി പോലെ ഇരിക്കണം. ഞാൻ മന്തി എന്ന് പറഞ്ഞ് പറ്റിച്ചാണ് റാഷിദ് ഇപ്പോഴും മന്തി എന്ന് വിചാരിച്ചിരിക്കുക. എനിക്ക് ഇങ്ങനത്തെ റൈസ് ഇഷ്ടമല്ല. എന്തായാലും ബീഫ് ആയതുകൊണ്ട് കൊമ്പൻ നൈസാണ് വെജിറ്റേറിയൻ സെക്ഷനിലോട്ട് പോയിട്ടുണ്ട്. ബ്ലോഗറിന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചില്ല. ബ്ലോഗർ എടാ നീ എന്താ അറ്റത്തൊക്കെ പോയി നമ്മുടെ കയറി എടാ എങ്ങനെയുണ്ടോ ഫുഡ് എങ്ങനെയുണ്ട്? ജ്യൂസിയാണോ? ജ്യൂസുണ്ടോ? നമ്മുടെ ബിരിയാണി ചിക്കനും ബീഫും ഒക്കെ ഇങ്ങനെ കടിച്ച് പറിച്ച് തിന്നുമ്പോ ഒരുത്തം നമുക്ക് പപ്പടം പൊടിച്ചോണ്ട് സാമ്പാറും കൂട്ടി പിന്നെ മുഖത്ത് കാണുന്നുണ്ട് നേരത്തെ ഡേറ്റിനോട് കഴിയുന്നുണ്ട്. ചേട്ടാ ചിക്കൻ ബീഫ് മാത്രമേ ഉള്ളൂ, വേറെ ഞാൻ ഇപ്പൊ ബീഫ് വെച്ചാൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഇപ്പൊ തരും. കഴിച്ചുകൊണ്ട് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് കാണാം. കുറെ നേരത്തെ തിരക്കിന് ശേഷം ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പറ്റിയത്. ചോറോ അത് പല്ലിൽ ഇട്ട് കൊടുക്കണോ പൊട്ട? അത് കലക്കി റാഷിദ് ടേബിളെ പിടിക്കാൻ ചെല്ല്. ജാവരേട്ടാ ഇത്ര നേരം എങ്ങനെ ഉണ്ടായിരുന്നു? കാറ്ററിംഗ് സർവീസ്, ഇവന്റ് മാനേജ്മെന്റ് എല്ലാത്തിനും ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട്. ഞങ്ങളുടെ കമ്പനി പ്രത്യേകത നല്ല ആത്മാർത്ഥമായുള്ള പണിക്കാരാണ്. ബിരിയാണിക്ക് പപ്പടം കൊടുത്തു, ബിരിയാണിക്ക് സാമ്പാർ, വാരി കൊടുക്കണം, വാരി കൊടുക്കണം. അയ്യോ വാരി നിങ്ങളുടെ വായിലേക്ക് വെക്കാനല്ലോ പറഞ്ഞത്. ഓക്കെ നിങ്ങൾ ഹാപ്പിയല്ലേ? ഓക്കെ ഇത് കഴിഞ്ഞിട്ട് കാണാം, അവര് കഴിച്ചു വരട്ടെ. അങ്ങനെ നമ്മുടെ ജാബിറേട്ടന് ചെറിയൊരു ഗിഫ്റ്റ്. നീ എവിടെ? അപ്പൊ അങ്ങനെ ചെക്കനെയും പെണ്ണിനെയും നമുക്ക് ഒറ്റയ്ക്ക് കിട്ടി. നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? സന്തോഷം. എന്ത് കൊണ്ടാണ് ജാവിച്ചേട്ടനെ ഫിക്സ് ചെയ്തത്? എന്ത് ഇത് നമ്മളൊരുമാതിരി വടിയാക്കുന്ന രീതിയിലുള്ള ആൻസർ ആണല്ലോ. ഇഷ്ടപ്പെടാൻ കാരണം ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എങ്ങനെ കല്യാണത്തിലേക്ക് എത്തി? വീട്ടുകാർ കൊണ്ട് എത്തിച്ചല്ലേ? ഇപ്പൊ എന്തായാലും ചെറുതായിട്ടൊക്കെ നിങ്ങൾ സംസാരിച്ച് കുറച്ചൊക്കെ അടുത്ത് അറിഞ്ഞാണല്ലോ. ഓ എന്തൊരു കുലുക്കോടെ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് ജാവിച്ചേട്ടൻ പറ. ആണോ? ഓ അത് കള്ളത്തിന് ആട്ടം കണ്ണല്ലേ അറിയാം. ആണോ? അപ്പൊ ജാവിച്ചേട്ടൻ ഇവിടെ കളറോ? പേടുത്തി ഇല്ല. ചതിച്ചല്ലേ. നമ്മൾ ഇത്രയും ഒരു ടൈം പീരീഡിൽ കളറിന്റെ കാര്യം ചോദിക്കില്ല. സ്വാഭാവികമായിട്ടും ചിലപ്പോ നമ്മളെ കുറിച്ചൊക്കെ പറഞ്ഞു കാണും. ബൂട്ട് ക്യാമ്പ് കാര്യങ്ങളെ കുറിച്ചൊക്കെ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഏറ്റവും കൂടുതൽ ബൂട്ട് ക്യാമ്പിൽ ആരെ കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്? ഓ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജാവിച്ചേന് ഇഷ്ടപ്പെട്ട ഫുഡ്? അങ്ങനെയൊന്നും ഇഷ്ടമല്ല, ഫുഡ് ഇഷ്ടമല്ലെന്ന്. ഇത് ഇങ്ങനെ മനുഷ്യനാ. ഈ മനുഷ്യൻ രാത്രി 2 മണിക്ക് വരെ ഫുഡ് കഴിക്കുന്ന ടീമാ. ഫുഡ് അറിയില്ല. ചേച്ചിക്ക് അറിയില്ല ബിരിയാണി? ഓ ഈ ജാവിച്ചേട്ടൻ മനസ്സിലാക്കി എത്ര മനസ്സിലാക്കിയില്ല. 2 മണിക്ക് കയറി പോയി CB പോയി. ഇനി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഈ ജാവിച്ചേനെ അറിയാമോ? എന്ത്? അത് ഇഷ്ടമല്ലാത്ത സാധനം എന്നാണ് പറയാറ്. ആണോ? മന്തി ഇഷ്ടമല്ല. അതെന്താ ഇപ്പൊ ചോദിച്ചോണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു ഫുൾ പാർട്ട് നമ്മള് വേറെ ഇതായിട്ട് ഇറക്കുന്നതായിരിക്കും. ഇവരെ കുറിച്ച് അറിയാനും ഇതിലുള്ള കാര്യമുള്ള ആ വീഡിയോ കാണുക. ഇനി ചാർലി ചേട്ടൻ ഓടിച്ചെത്തിക്കും എന്നാണ് പറയുന്നത്. ദൈവത്തിന് അറിയാം. അപ്പൊ എന്തായാലും നമുക്ക് റിസപ്ഷൻ എത്തിയിട്ടാണ് അങ്ങനെ ചാവിച്ചേട്ടൻ ഇറങ്ങുന്നത്. എല്ലാവരും പോയി. നമ്മൾ ഭയങ്കര ലേറ്റ് ആണ്. നമ്മളിനി എന്തായാലും അവിടെ ചെന്നിട്ടാണ്. ഇവിടുന്ന് പരിപാടിയൊന്നുമില്ല. മഴയും പെയ്ത് കഴിച്ചു. അവിടെ ചെന്നിട്ട് ഇനി ബാക്കി പരിപാടി. അപ്പൊ എന്തായാലും നമ്മളെല്ലാരും ബ്ലാക്ക് ഇട്ടതിന്റെ മെയിൻ കാരണം റിസപ്ഷന് ജാവിച്ചേട്ടൻ ബ്ലാക്ക് ഡ്രസ് ഇടുന്നോണ്ടാണ്. ഇതെന്തിന് ബ്ലാക്ക് അല്ലേ? ബാക്ക് ഇടിപ്പിക്കണ്ടാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ വലിയ കല്യാണം ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യാണ്. ഓക്കെ അതെ ഗൈസ്. എന്ത് വല്ല പണിക്ക് വേണോ? ചെറിയ വലിയ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതിന് ബൈ ബൈ. ലവ് യു ഓൾ.